ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെയാണ് നമ്മുടെ കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു കൂട്ടം ബോംബുകളാണ്. ഇത് പൊട്ടുമോ ഇല്ലയോ എന്നറിയാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഇതിനകത്തൂടെ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുക. ബോംബ് വർക്കിംഗ് ആണെങ്കിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, ബോംബ് പൊട്ടും, അല്ലെങ്കിൽ ലൈറ്റ് പുറത്തേക്ക് വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ കൂട്ടത്തിൽ നിന്നും വർക്ക് ചെയ്യുന്ന ഒരു ബോംബ് കണ്ടെത്തി എനിക്ക് തരിക എന്നതാണ്. ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും അത് ഇമ്പോസിബിൾ ആണ്. കാരണം ബോംബ് വർക്കിംഗ് ആണോ എന്നറിയാൻ അതിനകത്തേക്ക് ലൈറ്റ് പാസ് ചെയ്യിപ്പിച്ചാൽ അത് വർക്കിംഗ് ആണെങ്കിൽ അത് പൊട്ടിപ്പോകും, എനിക്ക് തരാൻ പറ്റില്ല. വർക്കിംഗ് അല്ലെങ്കിൽ എനിക്ക് തന്നിട്ട് കാര്യവുമില്ല. അതായത് സാധാരണ ലോജിക്ക് വെച്ച് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾസും ഉപയോഗിച്ചുകൊണ്ടും വർക്ക് ചെയ്യുന്ന ഒരു ബോംബ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റില്ല. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിനെ നമ്മളെ സഹായിക്കാൻ പറ്റും. അതിനായി നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിയണം. നമ്പർ 1, ക്വാണ്ടം തിയറി അനുസരിച്ച് വളരെ വേഗമായി പറഞ്ഞാൽ ലൈറ്റ് പാർട്ടിക്കിൾ ആണ് ആൻഡ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്. ഈ വേവിന് എവിടെയാണോ വലിപ്പം കൂടുതൽ അവിടെയാണ് പാർട്ടിക്കിളിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ളത്. വലിപ്പം കുറവാണെങ്കിൽ പാർട്ടിക്കിളിനെ കാണാൻ കുറച്ച് പ്രോബബിലിറ്റിയെ കാണത്തുള്ളൂ. വലിപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. നമ്പർ 2, സൂപ്പർ പൊസിഷൻ. രണ്ട് വേവ്സിന്റെ ക്രസ്റ്റും ഒരുമിച്ച് വന്നാൽ അവർ പരസ്പരം ചേർന്ന് വലിയ വേവ് ഫോം ചെയ്യും. അതേസമയം ക്രസ്റ്റും ട്രഫും ആണെങ്കിലോ അവർ ക്യാൻസൽ ചെയ്ത് ചെറിയ വേവ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ടെക്നിക്കിലേക്ക് വരാം. ഇതും രണ്ട് മിറേഴ്സ് ആണ് ആൻഡ് ഇത് രണ്ട് ബീം സ്പ്ലിറ്റേഴ്സ് ആണ്. ഇതിലേക്ക് വരുന്ന വേവിനെ 50% റിഫ്ലക്ട് ചെയ്യിപ്പിക്കുകയും 50% ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ആൻഡ് ഈ ഫുൾ സെറ്റപ്പ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ എത്തുന്ന റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ് പരസ്പരം ആഡ് ചെയ്ത് വലുതായി ഡിറ്റക്ടർ 1-ൽ എത്താനും പരസ്പരം ക്യാൻസൽ ചെയ്ത് ഡിറ്റക്ടർ 2-ൽ വേവിന്റെ വലിപ്പം 0 ആകാനും പറ്റുന്ന രീതിയിലാണ്. അതായത് പ്രോബബിലിറ്റി വേവിന് ഈ രണ്ട് വഴിയിൽ കൂടെയും പോകാൻ പറ്റിയാൽ ഒരിക്കലും ഡിറ്റക്ടർ 2-ൽ ലൈറ്റ് എത്തില്ല. ഇനി ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, സപ്പോസ് ഞാൻ ഇവിടെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ബോംബ് വെക്കുകയാണെങ്കിൽ ഫോട്ടോൺ ഇതുവഴി പോകാൻ 50% സാധ്യതയുള്ളത് കൊണ്ടും പ്രോബബിലിറ്റി വേവ് ഇവിടെ വെച്ച് ബ്ലോക്ക് ആവുന്നത് കൊണ്ടും ഇവിടെ എത്തുന്ന ഫോട്ടോൺ ഡിറ്റക്ടർ 2-ൽ എത്താൻ 50% സാധ്യതയുണ്ട്. അതായത് ബോംബ് വർക്കിംഗ് ആണെങ്കിൽ 50% ഓഫ് ദ ടൈം ബോംബ് പൊട്ടിത്തെറിക്കും ആൻഡ് 25% ഓഫ് ദ ടൈം ഡിറ്റക്ടർ 1-ലും ഡിറ്റക്ടർ 2-ലും റീഡിംഗ് കാണിക്കും. ആൻഡ് നമുക്കറിയാം ഇവിടെ ബ്ലോക്ക് ആണെങ്കിൽ, അതായത് ബോംബ് വർക്കിംഗ് ആണെങ്കിൽ മാത്രമേ ഡിറ്റക്ടർ 2-ൽ റീഡിംഗ് കാണിക്കത്തുള്ളൂ. സോ ഡിറ്റക്ടർ 2-ൽ റീഡിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി ബോംബ് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇനി ഒന്ന് കെയർഫുൾ ആയി തിങ്ക് ചെയ്യൂ. ഇവിടെ ബോംബ് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലായത് ബോംബുമായി ഒരു ഇന്ററാക്ഷനും നടത്താതെയാണ്. അതായത് ഒരു വസ്തുവുമായി ഒരു ഇന്ററാക്ഷൻസും നടത്താതെ തന്നെ അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ക്വാണ്ടം എഫക്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യൂ.